കേൾക്കാമോ? ഓക്കെ. Okay, Yes, good evening, കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ശരി 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 ശരി. ഓക്കെ, ഞാനേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല എങ്കിൽ ചുണ്ടറിഞ്ഞത് കാണുമ്പോഴെങ്കിലും അതൊന്ന് മെസ്സേജ് ആയിട്ടെങ്കിലും, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പൊ അത് ആരാണ്? അഭിഷേകാണ് അത് ചെയ്തത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ? യെസ്, ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് എടുക്കേണ്ട ടീച്ചർ HF5 എടുക്കുകയാണ്. നമ്മുടെ HF5 ഇന്നത്തെ ദിവസം കൊണ്ട് അവസാനിക്കുകയാണ്. അടുത്തത് അവസാനിക്കുന്ന ബാച്ച് HF6 ആണ്, ദാറ്റ് ഈസ് യുവർ ബാച്ച്. അപ്പൊ അതിനെക്കുറിച്ച് അപ്പൊ എന്ത് അവസാനിക്കുന്നതിന്റെ പേര് ടീച്ചർ അവിടെ ക്ലാസ് എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ക്ലാസ് തരുന്നത്. ഓക്കെ, യെസ്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ പറയുന്നത്? അഭിഷേക് കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, യെസ് 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 യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിഫറെന്റ് ടെൻസുകള് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് എങ്ങനെ മാറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതില് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. ഓരോ ടെൻസും ഏതൊക്കെ രീതിയിലാണ് മാറി വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏറ്റവും ഒടുവിൽ ഡിസ്കസ് ചെയ്തത് ടെൻസ് അല്ലാതെ ചില കമാൻഡുകൾ, അതുമല്ല ചില റിക്വസ്റ്റുകൾ, അതുമല്ല എങ്കിൽ ചില അഡ്വൈസുകൾ,
ഈ വക സംഗതികൾ വന്നു കഴിയുമ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ആ സൂചിപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞു വെറുതെ ടു എന്ന് മാത്രം ചേർത്തിട്ട് അത് എഴുതിയാൽ മതി, എന്റെ അപ്പുറത്തേക്ക് വേറെ യാതൊന്നും ചിന്തിക്കേണ്ടതില്ല. ടു ജംപ്, ടു റീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ 1-2 എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു. അപ്പൊ 1-2 എക്സാമ്പിൾ കൂടി നമ്മൾ അതിനകത്ത് നോക്കിയിട്ട് നമുക്ക് അടുത്ത വേറൊരു സെക്ഷനിലോട്ട് നമുക്ക് പോകാം. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തത് പ്ലീസ് ഡു നോട്ട് പണിഷ് ദ ബോയ് ഐ സെന്റ് ടു എ ടീച്ചർ എന്നുള്ളതാണ്. അതാണ് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ ചെയ്തത്. യെസ്, ഓക്കെ. ഇനി ഞാൻ വേറൊരു വാചകം പറയുന്നു. എന്താണ് എഴുതുന്നത്? ഇൻവെർട്ടഡ് കോമയിൽ ഡോണ്ട് DONT, don't go go near 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 the cage CAGE cage. Don't go near the cage CAGE. Inverted comma close here. Inverted comma close here. Yes. എന്നിട്ട് അതിന് പുറത്ത് എഴുതുക the zookeeper ZW zoo ZW the zookeeper said 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 the zookeeper said. ഓക്കെ, അപ്പൊ മൃഗശാല സൂക്ഷിപ്പുകാരൻ പറയുകയാണ് don't go near the cages, കൂടിനടുത്തേക്ക് പോകരുത്. ഓക്കെ, don't go near the cages. അപ്പൊ ഇത് അദ്ദേഹം കൊടുക്കുന്നൊരു ഇൻസ്ട്രക്ഷനാണ്, നിർദ്ദേശമാണ് കൊടുക്കുന്നത്. യെസ്, അപ്പൊ ഇവിടെ നമുക്ക് ടെൻസ് നോക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് എന്നുള്ളത് നോട്ട് ടു എന്നായിട്ട് മാറുമെന്നാണ് നമ്മൾ പറഞ്ഞത്. നോട്ട് ടു. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും? The zookeeper asked not to go near the cage. Okay, Bindu? Not to. Okay, Jinu. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പൊ ഞാൻ കുറച്ച് ജാൻസിനെയൊക്കെ കണ്ടിട്ട് കുറെ നാളെ ജിൻസിനെ കണ്ടിട്ട് മലയാളം വേണമെന്ന് ഞാൻ പറയുകയാണ്. നമുക്ക് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് നമുക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോ നിങ്ങള് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടിയോട് പറയാണ് അവിടെ പോകൂ, അവിടെ പോകൂ. യെസ്, ഇംഗ്ലീഷ് ഓക്കെ. ചിന്നു കറക്റ്റ് ആണ്, ബിന്ദു കറക്റ്റ് ആണ്. അവിടെ പോകൂ, ഗോ ദെയർ. യെസ്. ഇനി വേറൊരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ, നിങ്ങൾക്ക് തന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയാണ് ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട. ഇപ്പോൾ വേണ്ട എന്നുള്ളത് നമ്മൾ എന്ത് പറയും? Not now. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. നോട്ട് നൗ. ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് നൗ എന്നാണ്. നോട്ട് നൗ, ഇപ്പോൾ വേണ്ട. അത് ഓർത്ത് വെച്ചേക്കാം, നോട്ട് നൗ. ഇനി നിങ്ങൾ കുറച്ച് കുട്ടികളെ കണ്ടു, കുസൃതികളായുള്ള കുട്ടികളാണ്. അവര് ചുമരില് വരച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ അവരോട് പറയുകയാണ് ചുമരുകളിൽ
വരയ്ക്കരുത്. ചുമരുകളിൽ വരയ്ക്കരുത്. Don't draw. ആ BPK. ചുമരെന്നുള്ളതിന് വാൾ, WALL. യെസ്. ഇനി വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും രീതിയില് Don't draw on wall. ഒന്നും പറഞ്ഞു ക്ലിയർ ആയില്ല. ഓൺ ആണോ ചേർക്കുന്ന വോൾ? ആ ഓണാണ്. യെസ് യെസ്. ചുമരിന്റെ മുകളിലാണ് വരയ്ക്കുന്നത്. യെസ്. അപ്പൊ അവിടെ ഓണം കൂടി ചേർക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. Don't draw on the walls. Don't draw on the walls. ചുമരുകളിൽ വരയ്ക്കരുത്. യെസ്. ഇനി ഒരാളുടെ മുന്നിൽ നിങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ പഴങ്ങൾ കഴിക്കുക. നിങ്ങളുടെ പഴങ്ങൾ കഴിക്കുക. യെസ്. Eat your fruits. Eat your fruits. eat your fruits എന്ന് പറയാം. അഖില ശരിയാണ്. അല്ലെങ്കിൽ ടേക്ക് യുവർ ഫ്രൂട്ട്സ് എന്ന് പറയാം. രണ്ടും കറക്റ്റ്. ഈറ്റ് യുവർ ഫ്രൂട്ട്സ് ഓർ ടേക്ക് യുവർ ഫ്രൂട്ട്സ്. യെസ്. ഇനി നിങ്ങളുടെ പഴങ്ങൾ കഴിക്കുക എന്നുള്ളത് പകരം നിങ്ങളുടെ വസ്ത്രങ്ങൾ എടുക്കുക എന്നായിരിക്കും. നിങ്ങളുടെ വസ്ത്രങ്ങൾ എടുക്കുക. ധാരാളം ഉണ്ട്. നിങ്ങളുടെ Take your dresses. ടേക്ക് യുവർ ടേക്ക് യുവർ ക്ലോത്ത്സ്. ഓക്കെ. ടേക്ക് എന്നുള്ളതിന് പകരം വേറൊരു വാക്ക് കൂടിയുണ്ട്, പറയാമോ? ഒരു ഫ്രേസ് തന്നെ വേറൊരു വേർഡ് കൂടിയുണ്ട്. പുട്ടപ്പ് അങ്ങനെയല്ല. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. പുട്ടപ്പ്. പുട്ടപ്പ് എന്നല്ല, പിക്കപ്പ്. പിക്കപ്പ്. ഓക്കെ. പിക്ക് വൺ. ഓക്കെ. അത് പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ഡ്രസ് ഓൺ എന്നാണ്. ഡ്രസ് ഓൺ, ധരിക്കുക എന്നാണ്. ഷർട്ട് അല്ലെങ്കിൽ ഡ്രസ് ഒന്ന് ധരിക്കുന്നതിനാണ് നമ്മൾ പുട്ട് ഓൺ എന്ന് പറയാം. അതൊരു ഫ്രേസ് ആണ്. ഇത് പിക്കപ്പ്. ഓക്കെ. പിക്കപ്പ് യുവർ ക്ലോത്ത്സ്. പിക്കപ്പ് യുവർ ക്ലോത്ത്സ്. യെസ്. ഇനി അടുത്തത് ഒരാളോട് നമ്മൾ പറയുന്നു, നിങ്ങളുടെ ഷൂസ് ധരിക്കുക. നിങ്ങളുടെ ഷൂ ധരിക്കുക. Put on your. വെയർ യുവർ ഷൂസ്. വെയർ എന്നുള്ളത് നമുക്ക് ഡ്രസ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഇവിടെ ബിന്ദു പറഞ്ഞ കറക്റ്റാണ്. പുട്ടോ അത് തന്നെ കുറച്ചുകൂടി ഭംഗിയായിട്ട് പറയുകയാണെങ്കിൽ ആ ഓൺ എന്നുള്ളത് ലാസ്റ്റ് പറയാം ബിന്ദു. അപ്പൊ എങ്ങനെ വരും? Put your shoes on. Yes, that is correct. That is correct means that is വളരെ മാന്യമായിട്ടുള്ള ഏരിയ. മറ്റൊരു കല്ല് കടിക്കുന്നതാണ്. ആ ഓൺ അവിടെ നിന്ന് മാറ്റിയിട്ട് put your shoes on. Yes, okay. That is very good. Okay. ഇനി രോഗിയായ ഒരാളോട് നമ്മൾ പറയുകയാണ്, നിങ്ങളുടെ മരുന്ന് കഴിക്കുക. നിങ്ങളുടെ മരുന്ന് കഴിക്കുക. യെസ്, എങ്ങനെ പറയും? Please take your medicine. ടേക്ക് യുവർ മെഡിസിൻ. ഓക്കെ. ആദ്യം ശരിയാണ്. ടേക്ക് യുവർ മെഡിസിൻ. മരുന്ന് കഴിക്കാൻ. ഈറ്റ് യുവർ മെഡിസിൻ എന്ന് പറയണ്ട, ടേക്ക് യുവർ മെഡിസിൻ. ഓക്കെ. ഇനി നമ്മുടെ മക്കളോട് നിങ്ങൾ പറയുന്നു, അവരുടെ കയ്യിലിരിക്കുന്ന ടോയ്സ് വേറെ കൂട്ടുകാർക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, നിന്റെ കളിപ്പാട്ടങ്ങൾ പങ്കിടുക. കളിപ്പാട്ടങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ടോയ്സ് എന്ന് പറയാം. ബാക്കി പറയാം Share your toys. ഓക്കെ. ജിനു കറക്റ്റ് ആണ്. ഷെയർ യുവർ ടോയ്സ്. ആദിക കറക്റ്റ് ആണ്. ഷെയർ യുവർ ടോയ്സ്. ഓക്കെ. ഷിക അത് കറക്റ്റ് ആണ്. ഷെയർ യുവർ ടോയ്സ്. ഒരു കുട്ടി ഓടുന്നത് കണ്ടു കഴിഞ്ഞപ്പോ
നിങ്ങൾ ആ കുട്ടിയോട് പറയുന്നു അങ്ങനെ ഓടരുത്, അങ്ങനെ ഓടരുത്, ഇങ്ങനെ ഓടുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഓടരുത്. Don't run like that. Don't run like that. Don't run like that. ആദ്യം കറക്റ്റ് ആണ്, ബിന്ദു പറഞ്ഞത് കറക്റ്റ് ആണ്. Don't run like that. അങ്ങനെ ഓടരുത്. യെസ്. ഇനി വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് പറയേണ്ടി വന്ന ഒരു വാചകമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. വാചകം ഇതാണ്: നിങ്ങളുടെ മര്യാദ ഉപയോഗിക്കുക. നിങ്ങളുടെ മര്യാദ ഇവിടെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്നുള്ളത് കളഞ്ഞു. നിങ്ങളുടെ മര്യാദ ഉപയോഗിക്കുക. Please keep your മാനേഴ്സ്. ഓക്കെ. പിന്നെ അടുത്താണ് നസീമ, കറക്റ്റ് ആണത്. പിന്നെ ഒന്നും കൂടി ഒന്ന് എഡിറ്റ് ചെയ്ത് ഓക്കെ. പ്ലീസ് കീപ് യുവർ മാനേഴ്സ്. അല്ലെങ്കിൽ പ്ലീസ് ഇല്ലെങ്കിലും നമുക്ക് വേണമെങ്കിലും വേറെ വാക്ക് പറയാം. യൂസ് യുവർ മാനേഴ്സ്. യൂസ് യുവർ മാനേഴ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. യൂസ് യുവർ മാനേഴ്സ്, കീപ് യുവർ മാനേഴ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്, കൃത്യമാണത്. യെസ്. വീണ്ടും നമ്മൾ പഴയതിലോട്ട് വരുന്നതിന് മുമ്പ് യെസ്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെസ്, നമ്മള് 2025 കുറിച്ച് സൂചിപ്പിച്ചില്ലല്ലോ, പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ 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 ഓക്കെ. അപ്പൊ ചിന്നുവിനോട് തന്നെ ചോദിക്കുകയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ചിന്നുവിനോടാണ് ഞാൻ ചോദിക്കുന്നതെങ്കിലും എല്ലാവരും കൂടിയാണ് ചോദ്യം. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് 2025? 2025 കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? അതാണ് ചോദ്യം. നിങ്ങൾ ഒരുപക്ഷെ ധാരാളം കാര്യങ്ങൾ 2025 തുടങ്ങാനായിട്ട് വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് പറയാം. My expectation about 2025, I will complete my goals and after that I will get a job for hospital administration. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. പിന്നെ 2024 നിങ്ങൾ തുടങ്ങി വെച്ച പല കാര്യങ്ങൾ 2025 പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങളുടെ ഡ്രീംസ് അബൌട്ട് 2025 കുറിച്ച് പറയാം. 2025 എന്ന് പറയുമ്പോൾ ഒരു ജൂബിലി വർഷമാണ്, അല്ലെ? 25 ജൂബിലി വർഷമാണ്. അപ്പൊ നിങ്ങളുടെ പ്രതീക്ഷകള് അതാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നത്. തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി വേറെയും നമുക്ക് വേണമെങ്കിൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. എനിക്കറിയാം, എനിക്ക് ഇന്നൊരു കുഴപ്പമുണ്ടെന്നറിയാം. 2025 മുതൽ ഞാൻ അത് മാറ്റാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉപയോഗിക്കുന്ന സംഗതി, അത് എന്തുവേണമെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ സമയം കുറയ്ക്കാൻ തീരുമാനിച്ചു. ഞാൻ ഇന്ന വസ്തു അല്ലെങ്കിൽ ഇന്ന സംഗതിയുടെ സമയം ഉപയോഗിക്കില്ല. ആൻഡ് യുവർ എക്സ്പെക്ടേഷൻ, യുവർ ഡ്രീംസ്, യുവർ പെർസ്പെക്റ്റീവ്, എവറിത്തിങ് അബൌട്ട് 2025. 2025 കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകളാണ് ഞാൻ ചോദിക്കുന്നത്. ജിൻസി ഫയർ. യെസ് യെസ്, പറഞ്ഞോളൂ. ചിന്നുവിന്റെ പ്രതീക്ഷകൾ പറഞ്ഞോളൂ. I expect I expect in all positive sense. Yes. Especially
I would like to achieve better job in hospital at Yes. in 2025. Yes. Then I plan to I plan to എനിക്ക് ആലോചിക്കണം sir. Yes. What I am trying to. എന്താണ് ഉദ്ദേശിച്ചത്? All issues. I plan to remove all issues. All issues like financial problem, mental. Okay. അപ്പൊ നമുക്കൊന്നുകൂടി വേണമെങ്കിൽ I want to be financially independent and financially sound in 2025. Okay. 25. എന്നാൽ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് 2025 ലക്ഷ്യങ്ങൾ നോക്കി കാണുന്നത് അല്ലേ? അതെ. Yes. Okay. No problem. Let your dreams be fulfilled. 2025 നിങ്ങളുടെ സ്വപ്നങ്ങളെ കൂടിയിട്ട് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ചിന്നുവിനെ ആലോചിക്കാൻ സമയം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ചിന്നുവിനെ ഒരു ചാൻസ് കൂടി തരാം. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് വെച്ചു. നസീമ. Sir. What is your expectation about 2025? സാർ ആദ്യം ചോദിച്ചു ഞാൻ കേട്ടില്ല. ഞാന് പോയത് 2025 വരെയാണല്ലോ. നസീമ 2025 വരുമ്പോ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ വല്ല പ്രതീക്ഷകളുണ്ടോ? ഉള്ളൂ. എന്താണ് പ്രതീക്ഷകൾ ഉണ്ടെങ്കിൽ പുറത്ത് പറയാവുന്ന പ്രതീക്ഷകളാണെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ ജീവിത രീതികളില്? അതുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാം. ഇത്രയും ഉള്ളൂ. Whatever it may be, your answer should be in English. That is only. Yes. I expecting I will want a good job. Good job in 2025. I will secure a good job in 2025. 2025 ഞാൻ നല്ലൊരു ജോലി കരസ്ഥമാക്കിയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് നല്ല കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി പറയാം. ഐ വിൽ സസ്റ്റെയിൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് 2025 ഞാൻ നേടിയെടുക്കും. സെൽഫ് സഫിഷ്യന്റ് കേട്ടോ. I want to achieve financial stability. Okay. Very good. Good more freedom, more independence. Okay. Financially. Independent. Okay. ഞാൻ വിചാരിച്ചത് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറയുമ്പോ എന്നാലും വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലേ? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ നേരത്തെ എഴുന്നേക്കാനോ നേരത്തെ ഉറങ്ങാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ നമുക്കറിയാം. നമ്മുടെ സ്വഭാവത്തിൽ ഇതിന്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കില്ല. എന്നാലും ഉള്ളിലുള്ളിൽ നമുക്കറിയാം. അപ്പൊ നമ്മുടെ സ്വയം ചിന്തിക്കണം, ഞാൻ അതൊക്കെ മാറ്റാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ എന്റെ ഒരു രീതിയിൽ എല്ലാവരോടും കയറിയിട്ട് ചാടിയൊക്കെ ഇടപെടാം. അത് ഞാൻ വേണമെങ്കിൽ കൺട്രോൾ ചെയ്തു. അങ്ങനെ നമുക്ക് നമ്മളെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു സംഗതികൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സംഗതികളൊക്കെ മലയാളത്തിലാണ് ഞാൻ തകർത്തന്നെ അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ നമുക്ക് വരുന്നില്ല. ഓക്കെ, ആലോചിച്ചു നസീമ. ഐ വിൽ ഗിവ് യു വൺ മോർ ചാൻസ്. ഒരു ചാൻസ് കൂടി തരാം. ഇന്റർവ്യൂസിന്റെ ഒപ്പം താങ്കൾക്കും ഒരു ചാൻസ് കൂടി തരാം. ആലോചിച്ചു. യെസ്, ശിഖ. Yes, sir.
Yes. What is your expectation about 2025? My expectation in 2025 is very hopeful. Very good. വളരെ ഇഷ്ടപ്പെട്ടു. You are very optimistic. അപ്പൊ you look forward with optimism. ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടാണ് 2025 രക്ഷിക നോക്കിക്കാണുന്നത്. Very good. After I complete this hospital administration course and Yes. then get a job in next new year. Yes. Maybe you will secure a job next year. Okay, very good. Yes. I expect that 2025 is a surprising and miracles about me. Oh, very good. ഈ 25 എന്നുള്ളത് ചില ആളുകൾക്ക് ചില ഡിജിറ്റുകൾ ബാക്കി നമ്പർ ആവുന്നത് മേ ബി 5 or odd number or even number എന്ന് പറഞ്ഞ 25 may be your lucky number. Okay. I want to be financial independent and live in myself. In Very next good. year. Okay, very good, very good. അതിന്റെ നേരത്തെ നമ്മുടെ നസീബിയും പറഞ്ഞത് തന്നെയാണ്. ഓക്കെ ഓക്കെ. പിന്നെ അടുത്തത് സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം? ഇല്ല സാറേ, നല്ല സ്വഭാവങ്ങളില്ല, പിന്നെ എനിക്ക് മാറ്റം വരുത്തുന്ന കാര്യമില്ല. യെസ്, അങ്ങനെയാകുമ്പോൾ I want to behave an active person in society. ഓ യെസ്, ആക്റ്റീവ് ആവും. ഇത് നല്ല പാസീവ് ആയിരുന്നു. Now you want to become അങ്ങനെയല്ല, കുറച്ചുകൂടി ബെറ്റർ ആക്കണമെന്ന് തോന്നി, സൊസൈറ്റിയിൽ കുറച്ചുകൂടി ഇടപെടണം. Oh yes, 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 yes. Okay, okay. Very good, very good. Okay. സാർ അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും? ഫൈൻ സാർ, കഴിഞ്ഞു. That is all. Very good, very good. ആലോചിച്ചോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇനി. Okay, 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 okay. അഭിഷേക്, അഭിഷേക്. അഭിഷേകിന്റെ അഭിപ്രായം പറയും. വാട്ട് ഈസ് യുവർ ഡ്രീംസ് അബൌട്ട് 2025? 2025 കുറിച്ചുള്ള അഭിഷേകിന്റെ പ്രതീക്ഷകൾ എന്താണ്? Your dreams, your goals. ഓക്കെ 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 ഓക്കെ. അവിടെ നല്ല മഴയാണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് അഭിഷേകിന് ബുദ്ധിമുട്ട് പറഞ്ഞ. ഓക്കെ 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 ഓക്കെ. അപ്പൊ മഴ മാറുമ്പോ പറയുക. ഓക്കെ, ശരി. യെസ്. ഓക്കെ അഭിഷേക്. ഓക്കെ 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 ഓക്കെ. അനുഷ, അനുഷ. Yes. Adhiga. Adhiga says. Adhiga says. നിങ്ങൾക്ക് അത് 2025 കുറിച്ച് ഒരു പ്രതീക്ഷയില്ലേ? Adhiga says. Then Tushara. Tushara. യെസ്, അധികം എഴുതി കാണിക്കുകയാണ്. യെസ്, തുഷാര. യെസ്, തുഷാര ഇല്ല. മുബീന. മുബീന. യെസ്. ഓക്കെ, ഞാനിപ്പോ ലാസ്റ്റത്തേക്ക് വെച്ചാണ്. ബിന്ദു. Yes, sir. Yes, okay. Your expectation about 2025?
My expectation and 2025 is very beautiful Yes. year for me Yes. because my son will complete his course and I also will complete my HA course in the coming year. Yes. I hope we will achieve financial stability in the coming year. Yes. I hope I got a new job in 2025. Yes. So I think my future in 2025 is very nice. Yes. That's only, sir. That is all. Okay, very good, very good, very good. Okay, 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 okay. ഇനി അതുപോലെ പറയാനായിട്ട് ആരാണ്? Yes. ഇനി അതുപോലെ പറയാനായിട്ട് മുബീന? Yes. ആദിത്യ? ആരുമില്ല അല്ലേ? ചിന്നു വേറെ വല്ല പുതിയ പോയിന്റുകൾ കിട്ടിയിട്ടുണ്ടോ? പറഞ്ഞു നോക്കാം. യെസ് പറയൂ. The most important things is to get a job in early in 2025. Yes. Similarly, I want to change my habit of seeing the negative in everything. Very good. And you feel that you have the habit of negative in everything. And positive. Okay. Yes. പിന്നെ I pray that 25 will be a year of success, especially in financial, especially in financially. Yes. In 2025, I want to earn financial stability. Yes. അത്രയും ഉള്ളൂ. ഓക്കെ, നസീമക്ക് പുതിയ വില പോയിന്റ് വന്നിട്ടുണ്ടോ? യെസ്. അപ്പൊ ഓക്കെ, യുവർ പെർഫോമൻസ് വാസ് വെരി ഗുഡ്. ഞാൻ ഇതിൽ കൂടുതലൊക്കെ പ്രതീക്ഷിച്ചു. 2025 എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ കൂടുതലൊക്കെ പ്രതീക്ഷകളൊക്കെ ആയിട്ട് അന്വേഷ അശോകന് വല്ലതും പറയാനുണ്ടോ? About your dreams? ഇല്ല. Yes. Okay. But let us think that it will be 2025 will be the best year for you. Your success will mark it. And your dreams may be fulfilled. Your സ്വപ്നങ്ങളെല്ലാം ഓടിയിട്ട് എന്ന് ആശംസിക്കുകയാണ്. എല്ലാവരുടെ വിജയാശംസകൾ നേരുകയാണ്. ഓക്കെ ഓക്കെ. താങ്ക് യു സർ. ഓക്കെ ഓക്കെ. പരിശ്രമിക്കുക, ബാക്കിയൊക്കെ പുറകിലൂടെ വന്നോളൂ. ഡോണ്ട് വറി. അത് എപ്പോഴെങ്കിലും ആയിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യം 100% ഉറപ്പാണ്. ഓക്കെ. യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ വീണ്ടും ഇതിനകത്ത് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ പറയുന്നു. ആ ഉത്തരം പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ടി ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ടി. ട്രാവൻകൂർ എന്ന് എഴുതുന്നത്, തൃശൂർ എന്ന് എഴുതുന്നത് ടി ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. യെസ്. The question is this: the exchange of goods dash. Transport. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. അവിടെ നിൽക്കട്ടെ, വേറെ വാക്കും കൂടി ഉദ്ദേശിച്ചിരുന്നു. വേറെ ഏതെങ്കിലും ആർക്കെങ്കിലും? ട്രാൻസ്ഫർ ആണോ? എന്തോ? ട്രാൻസ്ഫർ ആണോ? ട്രാൻസ്ഫർ ട്രാൻസ്പോർട്ട് ഒക്കെ സെയിം ആണ്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഒരു സാധനങ്ങൾ കൊടുത്ത് സാധനം വാങ്ങി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഇവിടെ നടക്കുന്നത് എന്താണ്? ഒരു ആദിക ചെയ്യാൻ. ഓക്കെ, ശരിയാണ്. ട്രേഡ് ആണ്, ട്രേഡ്. അപ്പോ ചിന്നു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞതിന് ഞാൻ പരിഗണിച്ചു. ആദിക
ട്രേഡ് എന്ന് പറഞ്ഞതിന് ഞാൻ ആൻസർ ആയിട്ട് പരിഗണിച്ചു കേട്ടോ. ട്രേഡ് when there was exchange of goods, സാധനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന ശരിക്കും ഒരു കച്ചവടമാണ്, ട്രേഡാണ്, കച്ചവടമാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്: parallel lines on which train runs. Parallel lines on which track. ട്രാക്ക് എന്ന് പറയുന്നതാണ് ചിഹ്നം അല്ലേ? ചിഹ്നം പറഞ്ഞ ഞാനും ബിന്ദു ചേച്ചിയും പറഞ്ഞു. ഓക്കെ. അപ്പോ ശരിയാണ്. പിന്നെ ആദ്യം അതിൻ്റെ അത് എഴുതുകയും ചെയ്തു. ഓക്കെ, എഴുതാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്നുള്ളതിന്റെ പേരിൽ ഞാൻ അത് പരിഗണിച്ചു കേട്ടോ. യെസ്, ഓക്കെ. ആദ്യ എഴുത്തിന്റെ ആളാണല്ലേ, സംസാരിക്കൂല അല്ലേ? യെസ്, ഓക്കെ. ദ പാരലൽ ലൈൻസ്. ഓക്കെ സിയ. ഓക്കെ, അധികം പറഞ്ഞുകൂടി പഠിക്കണം. അധികം തന്നെ ബുദ്ധിയൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴൊക്കെ എഴുതി കാണിക്കുന്നത് കറക്റ്റാണ്. അതാണ് പറഞ്ഞത്. ദ പാരലൽ ലൈൻസ്. Okay, Adhiya, no problem. Parallel lines on which the train runs its track. Yes. Next question is this. Another word for windpipe. Another word for Trachea. Very good. Okay, very good. ഓക്കെ. ശിഖയും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മിടുക്കന്മാരാണ്. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ ടെറിബിൾ ദാറ്റ് കോസസ് സാഡ്നെസ്. എ ടെറിബിൾ ദാറ്റ് കോസസ് CAUSES സാഡ്നെസ്. A terrible that causes sadness. TS അല്ല, മൊത്തത്തിലൊരു പേര് പറയുന്നേ. അധികം അവിടെ നിൽക്കട്ടെ, ടെൻഷൻ കൂടാണ്ട് വേറെ കുറച്ചുകൂടി ഷേക്സ്പിയറിന്റെ നാടകങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ചിന്തിക്കും. A terrible that causes sadness. Trauma. Storm അല്ല ചിന്നു, അത് നാടകത്തിന്റെ പേര്. ടെമ്പസ്റ്റ് അല്ല, നാടകവും ഇതിന് വേറൊരു വശമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഷേക്സ്പിയർ എന്നുള്ളതൊന്നൊരു ഹിന്റായിട്ട് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ട്രോമ എന്ന് പറഞ്ഞു. പറഞ്ഞു. ഞാൻ ട്രോമ എന്നാണ് പറഞ്ഞത്. ഷേക്സ്പിയർ നാടകങ്ങൾ രണ്ട് രീതിയിലാണ് അവസാനിക്കുക. ആ രീതി ചിന്തിച്ച് ട്രാജഡി കേട്ടോ. എ ടെറിബിൾ തിങ്, ഒരു ഭീകരാവസ്ഥ. ശരിയും പറഞ്ഞിട്ടുണ്ട്. എ ടെറിബിൾ ദാറ്റ് കോസസ് സാഡ്നെസ്, ദുഃഖം ഉളവാക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് വരുന്നത് നമുക്ക് ട്രാജഡി എന്ന് പറയാം. അപ്പോ ഷിഗരയെ ഞാൻ പരിഗണിച്ചിട്ടുണ്ട്, ചിന്നുവിനെ ഞാൻ പരിഗണിച്ചിട്ടുണ്ട്. ഓക്കെ. യെസ്. നെക്സ്റ്റ്, വാക്കിംഗ്, നടക്കുക. വാക്കിംഗ് വിത്ത് ഹെവി സ്റ്റെപ്സ്. ക്രഷിംഗ്, CRUSH, ക്രഷിംഗ് everything on ground. Walking with heavy steps, crushing everything on ground. Walking with heavy steps, crushing everything on ground.
യെസ്. അപ്പോ സമയം കഴിയുമ്പോൾ വിചാരിക്കാം. വാക്കിംഗ് വിത്ത് ഹെവി സ്റ്റെപ്സ്, ക്രഷിംഗ് അരച്ചുകൊണ്ട് ചതച്ചരച്ചുകൊണ്ട്, എവരിത്തിങ് ഓൺ ഗ്രൗണ്ട് അങ്ങനെ നടന്നു പോകുന്നതിന് പറയുന്ന പേരാണ് ട്രാപ്പ്, TRAMP, ട്രാപ്പ്, അല്ലെങ്കിൽ ട്രാമ്പിൾ, TRAMPL. യെസ്. ഓക്കെ, അപ്പൊ ആ ഒരു മാർക്ക് മാത്രം ഞാൻ എടുക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ്: എ ടെമ്പററി mental condition, a temporary mental condition in which someone is not in the control of themselves. Trauma. Okay. Trans trauma അതൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ശിഖയ്ക്കും തരികയാണ് ഒരു പോയിന്റ്, ബിന്ദുവിനും തരാണ് ഒരു പോയിന്റ്. ഓക്കെ, temporary mental condition in which someone is not in the control of the നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതെ പോകുന്ന ഒരു മാനസികമായ അവസ്ഥ. TRAC. താങ്ക്സ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ: an object which allows allows light to pass through it completely. An object. Tube light. Okay, അധികം കറക്റ്റ് ആൻസർ. ചിന്തു ഡയറക്റ്റ് ചോദ്യത്തിലൂടെ കറക്റ്റ് വന്നിട്ടുണ്ട്. an object, ഒരു വസ്തു, which allows the light, പ്രകാശത്തെ കടന്നു പോകാൻ അനുവദിക്കുന്ന വസ്തു, to pass through it completely, മുഴുവനായും പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുവിന്റെ പേര് ആണ് ചോദിച്ചത്. അപ്പൊ അത് നേരത്തെ ആദ്യം പറഞ്ഞ കറക്റ്റ് ആണ്. ട്രാൻസ്പാരന്റ് ആണ് അതിനെ പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഫിസിക്സിലൊക്കെ വരുന്ന വാക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ പ്ലേസ് വെയർ കിങ് stores, STORES, stores his wealth. A place where king stores his wealth. WEALTH. ട്രഷറി. കേട്ടാ, ചിന്നുവിനെ അധികം ഞാൻ പേടിച്ചു. ട്രഷർ, നിധി, അത് സൂക്ഷിക്കുന്ന സ്ഥലം. എ പ്ലേസ് വെയർ ഇറ്റ് ഈസ് കെപ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. അധികം പറഞ്ഞത് കറക്റ്റ് ആണ്. ചിന്നു പറഞ്ഞത് ട്രഷറിയാണ് മുഴുവനായിട്ടുള്ള വേർഡ്. കേട്ടാ, ട്രഷർ എന്നേ വന്നുള്ളൂ, എന്നാലും എല്ലാവർക്കും ഉത്തരം പറയുന്ന ചിഹ്നമല്ലേ, അപ്പൊ അതുകൊണ്ട് ചിഹ്നവിനത് പരിഗണിച്ചു തന്നു. ട്രഷറി. കേട്ടോ, എ പ്ലേസ് വെയർ, എവിടെയാണോ ദ കിങ് സ്റ്റോർ ഹിസ്, രാജാവ് തന്റെ സമ്പത്ത് സൂക്ഷിച്ചു വെക്കുന്നത്. യെസ്. നെക്സ്റ്റ് ഈസ് ലൈറ്റ് ഷേക്കിംഗ്. Slight shaking or rumbling. Slight shaking or rumbling is called dash. Slight shaking or rumbling is called dash. A slight shaking or rumbling is called, okay, അതിന്റെ പേര് ട്രിമർ എന്നാണ്. TREMOR. TREMOR. അപ്പൊ 2 മാർക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ? എന്താ എന്നോട് പറയാം മലയാളത്തിൽ. സ്ലൈറ്റ്, SLIGHT, സ്ലൈറ്റ്, ഷെയ്ക്കിംഗ്, SHAKE, ഓ ചെറിയൊരു അനക്കം, ഓർ റംബ്ലിംഗ്, അത് തന്നെയാണ് ഞരങ്ങൽ, മൂളൽ, ഇതൊക്കെയാണ്. RUMBLAH. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. എ 3-legged, LEGGED, 3-legged object
which supports a camera or a telescope. Okay, അധിക കറക്റ്റ് ആൻസർ ആണ്. നമ്മൾ ക്യാമറയും മറ്റും നിർത്താണ്ട് വെക്കുന്ന 3 ലെഗുള്ള സംഗതിയില്ലേ, അധിക ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, എ 3-legged 3 കാലുള്ള ഒബ്ജക്റ്റ് വസ്തു വിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനെയാണ്? ഒരു ക്യാമറ അതിന് സപ്പോർട്ട് ചെയ്യും. ക്യാമറയുടെ മുകളിൽ വെക്കാറുണ്ട്, അല്ലെങ്കിൽ ടെലിസ്കോപ്പ് വേണമെങ്കിലും വെക്കാം. അപ്പൊ അതിനെ പറയുന്ന പേര് എന്താണ്? ട്രൈപോഡ്. കേട്ടോ, അധികം യു ആർ റൈറ്റ്, ട്രൈപോഡ്. യെസ്, ഓക്കെ 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 ഓക്കെ. അടുത്തത് മാത്തമാറ്റിക്സുകാർക്ക് പെട്ടെന്ന് പറയാവുന്ന ഒരു ആൻസർ ആണ്. ക്വസ്റ്റ്യൻ ഈസ് ദിസ്: എ geometrical shape. Triangle. ട്രയാങ്കിൾ ഞാൻ ഉദ്ദേശിച്ചു. ട്രയാങ്കിൾ ആരാണ് പറഞ്ഞത്? അത് ബിന്ദു ചേച്ചി ആദ്യമേ പറഞ്ഞേ, പക്ഷെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് പറയാൻ ഓർക്കണ്ടിരുന്നു. അത് ശരി ശരി, ക്വസ്റ്റ്യൻ പറഞ്ഞ് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. ജിയോമെട്രിക്കൽ എന്ന് പറയുമ്പോഴേ ട്രയാങ്കിൾ എന്നുള്ള ഇത് വരും. ഓക്കെ 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 ഓക്കെ. അപ്പൊ രണ്ടുപേരെ ഞാൻ പരിഗണിച്ചു. ഇതൊരു സൗഹൃദ മത്സരമായതുകൊണ്ട് രണ്ടുപേരെ ഞാൻ പരിഗണിച്ചു. ഓക്കെ, geometrical shape, that is called triangle. Very good, very good. ചിന്നുവിന്റെ സബ്ജക്ട് ഏതായിരുന്നു? ഞാൻ കൊമേഴ്സ് എംകോം പഠിച്ചത്. Yes, very good, very good. Next, which is the last question. Something on wheels. Check up. Something on wheels which is used to move things. Something on wheels which is used to move things. THINGS, things. ഈ ടയർ ടയർ വേറെ വാക്കില്ലേ? It can be seen in trolley. Okay, നസീമ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇത് മുബീനക്കും തരാം, നസീമക്കും തരാം. മുബീനൊക്കെ വിളിച്ചിട്ട് കേൾക്കുന്നൊന്നുമില്ലല്ലോ മുബീനെ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുബീന. നസീമ, ഓക്കെ. യെസ്, അപ്പൊ ഓക്കെ, 2 പ്രാവശ്യം മുബീനെ വിളിച്ചായിരുന്നു. യെസ്, നമ്മൾ ഈ മാർജിൻ ഫ്രീ കടയിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ എടുക്കുന്ന സംഗതി ട്രോളി, അത് തന്നെ സംഗതി. അതൊക്കെ സംതിങ് ഓൺ വീൽസ്, ചക്രത്തിന്റെ മുകളിലുള്ള ഒരു സംഗതി. ഓക്കെ 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 മുബീന, നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ. യെസ്, സംതിങ് ഓൺ വീൽസ് വിച്ച് ഈസ് യൂസ്ഡ് ടു മൂവ് തിങ്സ്. സാധനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചക്രം ഉപയോഗിച്ചുള്ള സംഗതി, ദാറ്റ് ഈസ് ട്രോളി. യെസ്, ഓക്കെ. അപ്പൊ പതിവ് പോലെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ടതായിരുന്നു, സൂപ്പറായിരുന്നു. മുബീനക്കും അതിനോടൊപ്പം തന്നെ നസീമക്കും 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ട, ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് മാത്രമാണ്. യെസ്, ശിഖക്ക് 3 പോയിന്റുകൾ ലഭിച്ചിട്ടുണ്ട്. ചിന്നുവിനും ബിന്ദുവിനും 4 പോയിന്റുകൾ വീതം ലഭിച്ചിട്ടുണ്ട്. ആദികക്ക് 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 2 പോയിന്റ് എനിക്കും കിട്ടിയിട്ടുണ്ട്. യെസ്, അപ്പോ കുറഞ്ഞ മാർക്ക് കിട്ടിയവർക്കും കൂടുതൽ മാർക്ക് കിട്ടിയവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ പറയുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു. ഇനി നമ്മൾ ആ റിപ്പോർട്ട് സ്പീച്ചിന്റെ ഒരു ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാം. ചോദ്യം ഇതാണ്, ഇൻവെർട്ടഡ് കോമൺ എഴുതിക്കുക. ഡോണ്ട് റൈറ്റ് DONT, DON apostrophe T, don't write in the margin, MARGIN. Don't write in the margin. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. മദർ സെറ്റ്, മദർ സെറ്റ്. മദർ സെറ്റ് എഴുതിക്കോളൂ. മദർ സെറ്റ്.
Don't write in the margin, mother said. Okay, Bindu, correct. Okay, Nasima, correct. Yes. Okay. Up in answer, don't write in the margin. Mother said. Mother told that don't not to write in the margin. Margin Amma Paradu. Okay. അപ്പോൾ ഇതോടുകൂടി ഞാൻ കമാൻഡ് റിക്വസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്ന സംഗതി അത് അങ്ങനെ ഒഴിവാക്കിയാണ്. ഇനി വേറൊരു സംഗതി കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെ കുറിച്ച് പറയാം. സോ we will meet in the next class. Okay, bye. Thank you, sir. Thank you, sir. Thank you, sir. Okay.